ഫജറിന്റെ തൊട്ട് മുമ്പുള്ള സുബഹിയുടെ 2 റക്അത്ത്, അതിൽ സൂറത്തുൽ കാഫിറൂൻ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം, അതുപോലെ തന്നെ 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ്. ഇനി അതല്ലെങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ബഖറയിലെ 136ാമത്തെ ആയത്ത്, 2ാമത്തെ റക്അത്തിൽ സൂറത്തു ആലി ഇംറാനിലെ 64ാമത്തെ ആയത്ത്, ഇവയിൽ ഏതും നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ്. അതേപോലെ മഗ്രിബിന്റെ സുന്നത്തിലും നമുക്ക് സൂറത്തുൽ കാഫിറൂനയും സൂറത്തുൽ ഇഖ്ലാസും പാരായണം ചെയ്യൽ സുന്നത്തുള്ളതാണ്. വിത്ർ നമസ്കാരത്തിന്റെ അവസാനത്തെ 3 റക്അത്തുകളിൽ സൂറത്തുൽ അഅലയും സൂറത്തുൽ കാഫിറൂനയും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസുമാണ് പാരായണം ചെയ്യൽ പ്രത്യേകം പുണ്യമുള്ളത്. അതുപോലെ തന്നെ കഅബ തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ തവാഫിന്റെ 2 റക്അത്ത് നിസ്കരിക്കുന്ന ആ 2 റക്അത്തിലും ഒന്നാമത്തേതിൽ സൂറത്തുൽ കാഫിറൂനയും 2ാമത്തേതിൽ ഇഖ്ലാസുമാണ് പാരായണം ചെയ്യൽ സുന്നത്തുള്ളത്. ഇവയിലൊക്കെ തന്നെയും മറ്റു സൂറത്തുകൾ പാരായണം ചെയ്താലും കുഴപ്പമില്ല.